ഇത് സെൻറ്റ് പോൾ ബസിലിക്ക, റോമിലെ വത്തിക്കാന് പുറത്ത് ഉള്ള വിശുദ്ധ പൗലോസ്ലിക്കയുടെ നാമത്തിലുള്ള ബസിലിക്കയാണ്. ഈ ബസിലിക്കയ്ക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് ഇതിനൊരു കോർട്ടിയാർഡ്. ഈ ബസിലിക്കയുടെ ആനവാതിൽ നമ്മളിതായി ഇവിടെ കാണുന്നതാണ്. ഈ ആനവാതിലിൻ്റെ മുൻപിലായിട്ട് ഒരു കോർട്ടിയാർഡ് ഉണ്ട്. തൂണുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോർട്ടിയാർഡാണത്. ആ കോർട്ടിയാർഡ് ഇതാ ഇങ്ങനെ അത്യാവശ്യം ഒരു 500-600 ആളുകൾക്ക് നിൽക്കാവുന്ന ഒരു വലിയ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കോർട്ടിയാർഡാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ആർട്ട് വർക്കുകൾ അധികമില്ല. ചെറിയ ചെറിയ മൊസൈക്ക് വർക്കുകളൊക്കെയാണ് ഈ കോർട്ടിയാർഡിൽ കാണുന്നത്. 4 പേപ്പൽ ബസിലിക്കകളിൽ ഒന്നാണ്. ഒന്ന് സെൻറ്റ് പീറ്റേഴ്സ്, ഒന്ന് മേരി മേജർ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സെൻറ്റ് പോൾ. മേരി ദ മേജർ നമ്മൾ കണ്ടിട്ടില്ല. ഓ ശരി. ജൂലൈ വർഷം എന്ന് പറഞ്ഞാൽ 25 വർക്കായിരിക്കും. ഇയർ ഓഫ് മേഴ്സിയിൽ തുറന്നിരിക്കും സ്പെഷ്യലായിട്ട്. ഓക്കെ. അതെയോ ഈ മൊസൈക്ക് ഇത് മാർബിളിൻ്റെ ഈ തൂണുകളൊക്കെ മാർബിളിൻ്റെ ഒറ്റ പീസാണ് എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ഇതിൻ്റെ ആർട്ട് വർക്കുകൾ ഇതാ ഉണ്ണീശോ വെളിപാട് പുസ്തകത്തിലെ കുരിശിനെ മുറിവേറ്റ കുഞ്ഞാട്, അതുപോലെ തിരുഹൃദയം, ഇതൊക്കെയുണ്ട്. ഇതാണ് ഡോർ ഓഫ് മേഴ്സി ആയിട്ട് നമ്മൾ എല്ലാ ബസിലിക്കകൾക്കും തുറന്നല്ലോ. ഈ ബസിലിക്കയിൽ തുറന്ന ഡോർ ഓഫ് മേഴ്സി ഇതാണ്. ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഇതിൻ്റെ മുഖ്യ കവാടം. ഈ കവാടം ഇതാണ് ഡോർ ഓഫ് മേഴ്സി. ഈ കാണുന്നത് സെൻറ്റ് പോൾ. ഈ വാളും ലിഖിതങ്ങളും പിടിച്ചിരിക്കുന്നത് സെൻറ്റ് പോളാണ്. ഇതാണ് പോർട്ട സാന്ത ഹോളി ഡോർ. അതായത് പോർട്ട സാന്ത എന്ന് പറഞ്ഞാൽ ഹോളി ഡോർ എന്നാണ് അർത്ഥം. ഇത് താഴെ ഇതിൻ്റെ ലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സാക്ട്രാം പൽവി വായിക്കാൻ പറ്റണമെന്നില്ല. ഇതാണ് ഇയർ ഓഫ് മേഴ്സിക്ക് തുറന്ന ഒരു ഡോറ്. ഇത് ഡോർ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഇനി ജൂബിലിക്കാണ് ഇത് തുറക്കുക. ഓക്കെ. ഫ്രാൻസിസ്കോ അതാണ് സുപ്രീം പൊന്തിഫായ ഫ്രാൻസിസ്കോ പോർട്ടാൻ സാങ്ക്ടും പാപ്പലീസ് എസ് പാവ്ലി ബസിലിക്കാലെ. ഇത് തുറന്ന സംഭവമാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡോറിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് കാണുന്നത്? കുരിശിൽ മരിച്ചത് മാതാവിൻ്റെ കൊറോണേഷൻ. മാതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏറ്റവും മുകളിൽ, താഴെ ഇത് സുവിശേഷ പ്രസംഗമാണ്, ഓർഡിനേഷൻ, താഴെ ക്രൂശീരൂപം. ഒരു വശത്തുള്ളത് ക്രിസ്തു ഇതാണ്, ക്രൈസ്റ്റ് ഈവൻ്റാണ് ഒരു വശത്തുള്ളത്. മറ്റേത് അതിന് പാരലായിട്ടുള്ള ഇന്ന് ആ മേഴ്സി ദൈവത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് എങ്ങനെ സഭയിൽ നടക്കുന്നതാണ് ഡോറിൻ്റെ മറ്റു വശത്ത് നടക്കുന്നത്. ഓക്കെ. ഹോളി ഡോറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാവുന്നതാണ്. It is a work in bronze made by the sculptor Martini for the Holy Year 2000. ഓക്കെ. സ്റ്റാച്യൂസ് ആയിരുന്നു. ശരി. ഈ ബസിലിക്കയ്ക്ക് മെയിൻ അവരുടെ വശത്ത് 2 വരാന്തകൾ പോലെ ഉണ്ട്. നമ്മൾ ക്രോസ് ചെയ്ത് മുഖ്യമായ നേവിൻ്റെ മുഖ്യ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എല്ലാ മാർപ്പാപ്പന്മാരുടെയും
എത്രയുണ്ടാവും? 265 മറന്നുപോയില്ല എത്ര മാർപ്പാന്മാരുണ്ടെന്ന്. അതിൻ്റെ എല്ലാവരുടെയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് അല്ല നേരത്തെ കണ്ട ബസിലിക്കയിൽ, ലാക്രം ബസിലിക്കയിൽ പോലെ തന്നെ പീറ്റർ ആൻഡ് പോളാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്, രണ്ട് വശത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് വർക്ക് ഒന്ന് നിന്ന് നോക്കാം. ഇതിൻ്റെ റൂഫ് വർക്ക് വളരെ മനോഹരമാണ്. മാർപ്പാപ്പയുടെ ലോഗോ മിക്കവാറും കത്തീഡ്രലുകളിൽ ദേവാലയങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അത്തർ എക്ലേസിയെ എന്നാണ് ഈ അൾത്താരയുടെ പേര്. സഭയുടെ അമ്മ എന്നാണ്. ദൈവമാതാവ് എന്ന പേരിൽ എന്തായാലും ഇട്ടിട്ടില്ല. അതൊരു കോൺട്രവേഴ്ഷ്യൽ ദൈവശാസ്ത്ര വിഷയമായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം മാത്രം എക്ലേസിയ എന്നിട്ടിരിക്കുന്നത്. ഉനു എക്സ് അൾത്താരെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഡെയ്പാരെ എത്ത് ലയോണി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഡൂം ഒരു പ്രത്യേക വർക്കാണ്, നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡൂം